അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാണ്. ശ്രീ വേണുഗോപാലസ്വാമി ടെമ്പിളാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഈ പോണ വഴികളായാലും മുഴുവൻ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ പോണ വഴികളൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ ഈവനിങ് ആണ് ഈ അമ്പലം വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ടൈം. നമുക്ക് അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റും അവിടെ. വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ചെയ്യും. ഓടക്കുഴൽ കയ്യിൽ പിടിച്ചിട്ടുള്ള ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രധാന വിഗ്രഹം. അതുകൊണ്ടാണ് വേണുഗോപാലസ്വാമി ക്ഷേത്രം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ ഇതിന് ചുറ്റും KRS ബാക്ക് വാട്ടേഴ്സാണ്. ഞങ്ങൾ വന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നുണ്ടെങ്കിലും ആ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിലെ സൺസെറ്റ് നോക്കിയിട്ട് നമ്മളങ്ങനെ ഇരുന്ന് പോവും. അങ്ങനെ ഞങ്ങളും കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. പിന്നെ മറ്റു പല ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭക്തരുടെ കയ്യിൽ നിന്ന് വഴിപാടുകളോ അല്ലെങ്കിൽ ഭണ്ണാരത്തിൽ പൈസ ഇടുക അങ്ങനത്തെ ഒരു സിസ്റ്റേ ഇല്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ക്ഷേത്രം കാണുന്നത്. പിന്നെ അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ബൃന്ദാവൻ ഗാർഡനിലും കൂടി കയറിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ നമുക്ക് എൻട്രി ടിക്കറ്റ് എടുക്കണം. 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നടന്ന് ഈ വാട്ടർ ഷോ ഒക്കെ കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത്.